ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ ശ്ലീഹാ നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെക്കുറിച്ചാണ്. ലാളിത്യവും വിശ്വാസ സമർപ്പണവും ത്യാഗമനോഭാവവും കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച ലൈഹിക പ്രമുഖന്മാരിൽ ഒരാൾ തന്നെയാണ് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹ. ഗലീലയിലെ ബത്സേദ ദേശക്കാരനായ അന്ത്രയോസ് ശ്ലീഹ പത്രോസിൻ്റെ സഹോദരനാണ് എന്ന് നമുക്കറിയാം. തൊഴിൽ കൊണ്ട് മീൻപിടുത്തക്കാരനായിരുന്നു അന്ത്രയോസ് ശ്ലീഹ. എങ്കിലും യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട് അതിലാകൃഷ്ടനായി യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഒരാളായിരുന്നു എന്നാണ് പാരമ്പര്യമായി നാം വിശ്വസിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യ സമൂഹത്തിൽ അദ്ദേഹം വളരെ സജീവമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് യോഹന്നാൻ ശ്ലീഹ കർത്താവിനെ ചൂണ്ടി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പ്രഘോഷിക്കുന്നതും അതിൽ ക്രിസ്തുവിൽ ആകൃഷ്ടനായി ക്രിസ്തുവിനെ പിൻപറ്റുന്നതും. അവിടെ മുതൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന അന്ത്രയോസ് ശ്ലീഹയാണ് സത്യത്തിൽ പത്രോസിനെയും തൻ്റെ സഹോദരനായ പത്രോസിനെയും മറ്റ് ശിഷ്യ സമൂഹത്തിൽ ഫിലിപ്പോസിനെ ഉൾപ്പെടെ പലരെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ത്രയോസിനെ പ്രോട്ടോക്ലീറ്റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആദ്യം വിളിക്കപ്പെട്ടവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. പിന്നീട് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം മുഴുവൻ തൻ്റെ ഗുരുവിനോടുള്ള വിശ്വാസ തീഷ്ണതയിലും സമർപ്പണത്തിലും ഗുരുവിനെ പിൻപറ്റിയ ശ്ലീഹന്മാരിൽ ഒരുവൻ തന്നെയാണ് വിശുദ്ധ അന്ത്രയോസ്. അതിന് ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളിലൊന്ന് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്ദർഭം തന്നെയാണ്. മരുഭൂമിയിൽ ജനക്കൂട്ടത്തിൻ്റെ വിശപ്പ് കണ്ട് മനസ്സലിയുന്ന കർത്താവ് ശിഷ്യ സമൂഹത്തെ വിളിച്ച് നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ 5 അപ്പം കൈവശമുള്ള ഒരു ബാലനെ ക്രിസ്തു സന്നിധിയിലേക്ക് ആനയിക്കുന്നത് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹയുടെ വിശ്വാസ തീഷ്ണതയാണ് എന്ന് നാം തിരിച്ചറിയണം. ആ വാഴുവിൻ്റെ കരങ്ങളിലേക്ക് പരിമിതമായ 5 അപ്പമാണ് എത്തുന്നതെങ്കിൽ പോലും അതിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആ വിശ്വാസ തീഷ്ണതയായിരിക്കണം, ബോധ്യമായിരിക്കണം അന്ത്രയോസ് ശ്ലീഹായെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഏതായാലും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നീട് അഖായ, ഗലാത്യ എന്നീ പ്രദേശങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ അന്ത്രയോസ് ശ്ലീഹ ഗ്രീസിലെ പത്രാസ് എന്ന സ്ഥലത്ത് വെച്ച് ക്രൂശുമരണം പ്രാപിച്ചു എന്നാണ് ചരിത്രപരമായി നാം വിശ്വസിക്കുന്നത്. അദ്ദേഹം ക്രിസ്തുവിനോടുള്ള വിശ്വാസ തീഷ്ണതയിൽ കുരിശിൽ ക്രൂശിക്കപ്പെടുന്നതിന് പകരം എക്സ് എന്ന രീതിയിലുള്ള കുരിശിലാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിനെ അന്ത്രയോസിൻ്റെ കുരിശെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ ശ്ലീഹാ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.